സ്വിറ്റ്സർലൻഡിലെ യാത്രയുടെ അവസാന ദിവസം സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ ലൂസേൺ ചാപ്പൽ കാണുകയും ദ ചാപ്പൽ ബ്രിഡ്ജ് എന്ന മഹാത്ഭുതം കാണുകയും കുറേ സമയം അവിടെ ചിലവഴിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ലൂസേണിൽ നിർമ്മിച്ചിരിക്കുന്ന വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള ചാപ്പലാണ് ലൂസേൺ ചാപ്പൽ അല്ലെങ്കിൽ ലൂസേൺ കത്തീഡ്രൽ എന്നറിയപ്പെടുന്നത്. ഇതിനോട് അനുബന്ധമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ചാപ്പൽ ബ്രിഡ്ജ്. 1333 തടി കൊണ്ട് നിർമ്മിച്ച ഒരു മഹാത്ഭുതമാണ് ഈ സൃഷ്ടി. ഇത് 1993 അഗ്നിക്കിരയായെങ്കിലും അതിനെ 1994 ആകുമ്പോഴേക്കും പുനർനിർമ്മിച്ച് മനോഹരമായി യാത്രികർക്കായി തുറന്നുകൊടുത്തു. ഇങ്ങനെ ഈ മഹാത്ഭുതവും കണ്ട് അവിടെ നിന്നും നാം ഇപ്പോൾ ഇറ്റലിയെ ലക്ഷ്യമാക്കി സ്വിറ്റ്സർലൻഡിനെയും ഇറ്റലിയെയും ബന്ധിപ്പിക്കുന്ന മനോഹരമായ കാനനപാതയിലൂടെ ഇപ്പോൾ നാം ഇറ്റലിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. എങ്ങും തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാനന മധ്യത്തിലൂടെ കടന്നു പോകുന്ന അതിമനോഹരമായ രാജവീതിയാണ് നാം ഇപ്പോൾ ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനോഹര പാത. ഇരുവശങ്ങളിലും ധാരാളം കാടുകളും മരങ്ങളും പച്ചപ്പുകളും കുന്നുകളും പച്ചയായ മനോഹര ദൃശ്യങ്ങളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ കാഴ്ചയുടെ നടുവിലൂടെയാണ് ഇപ്പോൾ ബസ്സിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകൾ കാണുകയും ഇത്തരം മനോഹരമായി ഭൂമിയെ എങ്ങനെയാണ് വെട്ടിയൊരുക്കി നിലനിർത്താൻ സാധിക്കുക എന്ന് അത്ഭുതത്തോടെ ഈ മനോഹര ദൃശ്യങ്ങളൊക്കെ കണ്ണിലും ക്യാമറയിലും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പുകൾ മാത്രം നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ. ഭൂമിയിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് സ്വിറ്റ്സർലാൻഡ് ആണെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്ന് പ്രതീതി ജനിപ്പിക്കുമാർ അത്രയേറെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മനോഹരമായ പ്രകൃതിയും അതിന് ക്യാൻവാസ് ഒരുക്കുന്ന മനോഹരമായ പർവ്വതശ്രേണികളും ഈ ഒരു ക്യാൻവാസിൽ എന്ന പോലെ വരച്ചു വെച്ചിട്ട് അതിൻ്റെ പിറകിൽ നീലാകാശം നിൽക്കുന്നത് നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ ഇതല്ലാതെ കാണാൻ കഴിയൂ. അത്ര മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. ഏതാണ്ട് 4-5 മണിക്കൂർ യാത്രയുണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിലേക്കുള്ള യാത്ര. ഈ യാത്രയിൽ ഉടനീളം മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുക. വിവിധങ്ങളാണെങ്കിലും മനോഹരമായ കാഴ്ചകൾ. ഓരോ പ്രദേശത്തെയും അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് വിവിധങ്ങളായ മരങ്ങൾ കൊണ്ടും വൃക്ഷസമ്പത്ത് കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ചെറിയ ചെറിയ വീടുകളും മനോഹരമായ നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് ബസ്സിലിരുന്ന് അത്ഭുതത്തോടെ ഈ പ്രകൃതിയുടെ മനോഹരത കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ എങ്ങും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രകൃതിയെ വെട്ടിയൊരുക്കി അതിമനോഹരമായി ഇവിടുത്തെ ജനങ്ങൾ കാത്തു പരിപാലിച്ചു വരുന്നത്. അതിശയിപ്പിക്കുന്ന ഡിസൈനുകളുള്ള മനോഹരമായ വീടുകൾ. ഈ വീടുകൾക്ക് ചുറ്റും മനോഹരമായി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന പച്ചപ്പുല്ലുകളുടെ വിശാലമായ പ്രദേശങ്ങൾ. പക്ഷേ ഒരിടത്തും നമുക്ക് ഒരു മനുഷ്യനെയും പുറത്ത് കാണാൻ സാധിക്കുകയില്ല. ജനസംഖ്യ വളരെ വിരളമായതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഒരു പക്ഷേ താമസിക്കുന്നുണ്ടാവൂ. ഇങ്ങനെയുള്ള താമസക്കാരിൽ ഒട്ടുമിക്ക ആൾക്കാരും കർഷകരായതുകൊണ്ട് തന്നെ പകല് അന്തിയോളം അവർ പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർ ആയിരിക്കാം എന്നതുകൊണ്ടും കൂടിയായിരിക്കാം ഇവിടെ പുറത്തെങ്ങും നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കാത്തത്.
ഏതായാലും ഈ മനോഹരമായ പ്രകൃതി നമ്മുടെ മുമ്പിലേക്ക് വളരെയേറെ അത്ഭുതങ്ങളുടെ കാഴ്ചകളാണ് നൽകുന്നത്. കുന്നുകളും മലകളും അവയ്ക്ക് നടുവിലൂടെ ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ മനോഹരമായ പ്രകൃതി. ചെറുവൃക്ഷങ്ങളും ഉയരമേറിയ വലിയ വൃക്ഷങ്ങളും വിവിധ നിറത്തിലുള്ള പച്ച നിറങ്ങളിൽ കാണുന്ന മനോഹരങ്ങളായ വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് കൗതുകം ജനിപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പച്ചയാണെങ്കിൽ കൂടി ഓരോ പ്രദേശത്തെയും നിറപ്പകർപ്പ് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അത് പ്രകൃതിയുടെ മറ്റൊരു വിസ്മയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ ഈ നമ്മെ വിസ്മയിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒന്നിനൊന്നിന് മെച്ചമായ രീതിയിലാണ് പ്രകൃതിയുടെ മറ്റനേകം കാഴ്ചകളും നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുക. ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾക്കനുസരിച്ച് വിവിധ തരത്തിലും വിവിധ ഉയരത്തിലും വിവിധ നിറങ്ങളിലും ഉള്ള ധാരാളം വൃക്ഷങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് വൃക്ഷങ്ങളിൽ വരുന്ന മാറ്റമാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥ മാറുന്നതനുസരിച്ചും പ്രകൃതിയുടെ ഉയരം കൂടുന്നതനുസരിച്ചും വൃക്ഷങ്ങളിലും അത് നമുക്ക് ദർശിക്കാനാവുന്നതാണ്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ഈ മനോഹരമായ പാതയുടെ അത്ഭുതകരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. സ്വിറ്റ്സർലാൻഡിനെയും ഇറ്റലിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് അടുത്ത കാലങ്ങളിലായി നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു രാജപാതയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്. പലയിടത്തും ഇപ്പോഴും ധാരാളം റീകൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം അത്രയേറെ ജനത്തിരക്കുള്ള ഒരു പാത കൂടിയാണ് ഈ രാജവീതി. അങ്ങനെ നാം ഇപ്പോൾ ഇറ്റലിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറ്റലിയിൽ എത്തിയതിനു ശേഷം ആദ്യമായി നാം വാർ മെമ്മോറിയലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോമ ലേക്കിൻ്റെ ഓരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വാർ മെമ്മോറിയൽ ഇറ്റലിയിലെത്തുന്ന യാത്രക്കാരെ സ്വാഗതം ചെയ്യാൻ എന്നോണം തലയുയർത്തി നിൽക്കുകയാണ്. അതിനുശേഷം നാം കോമോ ലേക്കിൻ്റെ മനോഹര ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. 4 വശത്തും മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ലേക്കാണ് ഈ കോമോ ലേക്ക്. അതിവിസ്തൃതമായ ലേക്കായതുകൊണ്ട് തന്നെ ഈ ലേക്കിനോടനുബന്ധിച്ച് ധാരാളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും മറ്റനേകം ആകർഷണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ എത്തുന്ന യാത്രികർക്കായി കുറേ സമയം ഈ കോമോ ലേക്കിൻ്റെ അടുത്ത് നിന്ന് ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുത്ത് ഈ കോമോ ലേക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആവുന്നത്ര ക്യാമറയിൽ പകർത്തി പല വിധത്തിലുള്ള ഫോട്ടോകൾ എടുത്ത് ഈ കോമോ ലേക്കിൻ്റെ ഭംഗി ആവുന്നത്ര മനസ്സിലേക്ക് ആവാഹിച്ച് ക്യാമറകളിലേക്കും കണ്ണുകളിലേക്കും പകർത്തി ഒത്തിരിയേറെ സന്തോഷത്തോടെ നാം നമ്മുടെ ഇറ്റലിയിലെ യാത്ര തുടങ്ങുകയാണ്.